ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കാനായി പൊതുജനാഭിപ്രായം തേടി KPCCയുടെ പബ്ലിക് മീറ്റിംഗ് ഇന്ന്. AICC ആഹ്വാനപ്രകാരം ചേരുന്ന പബ്ലിക് മീറ്റിംഗിൽ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കും. ഇന്ന് വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരത്താണ് മീറ്റിംഗ് ചേരുക. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ആരൊക്കെയാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്? എന്താണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ മീറ്റിംഗിലൂടെ? ദിവ്യ, പ്രധാനമായിട്ടും ഈ പ്രകടന പത്രിക തയ്യാറാക്കുക എന്ന് പറയുന്നത് ഒരു അക്കാദമിക് വ്യായാമം മാത്രമാകാതിരിക്കുക എന്നുള്ളതാണ് ഇത്തവണ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതായത് പരമാവധി പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുക, അവയിൽ ആവശ്യമുള്ളത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുക, അങ്ങനെ പ്രകടന പത്രിക തയ്യാറാക്കുക എന്നതാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യം. അതായത് പ്രവർത്തക സമിതി യോഗം ഒരു മാസം മുമ്പ് ചേർന്നിരുന്നു. ആ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ഒരു മാനിഫെസ്റ്റോ കമ്മിറ്റിയെ, പ്രകടന പത്രിക കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായിട്ടുള്ള P. ചിദംബരമായിരുന്നു ഇതിന്റെ ചെയർമാൻ. ഛത്തീസ്ഗഡിന്റെ മുൻ ഉപമുഖ്യമന്ത്രി TS സിംഗ്ദേവാണ് ഇതിന്റെ കൺവീനറായിട്ട് വരുന്നത്. മറ്റേ കേരളത്തിൽ നിന്നുള്ളത് ഡോക്ടർ ശശി തരൂർ MP ആണ്. പിന്നെ ജയറാം രമേശ് അടക്കമുള്ള ആളുകൾ ഇതിലുണ്ട്. ദളിത് നേതാവായിട്ടുള്ള ജിഗ്നേഷ് മെവാനിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാനിഫെസ്റ്റോ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് പരമാവധി ആളുകളിൽ നിന്ന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ശേഖരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകടന പത്രികയ്ക്ക് ഒരു ഏകദേശ രൂപം, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രകടന പത്രിക ഉണ്ടാവേണ്ടത് എന്നുള്ളതിന്റെ ഒരു അന്തിമ രൂപം തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ 6 മാസം എടുത്തിട്ടാണ് ഇത്തരത്തിൽ പ്രകടന പത്രിക തയ്യാറാക്കിയത്. അന്നും P. ചിദംബരം തന്നെയായിരുന്നു മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാനായിട്ടുണ്ടായിരുന്നത്. ഇത്തവണ പക്ഷേ 6 മാസത്തെ സമയം ലഭിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ ചില ഈ ഇത്തരത്തിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വരൂപിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ജനുവരിയിൽ തന്നെ ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പബ്ലിക് മീറ്റിംഗുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നും, വലിയ സംസ്ഥാനങ്ങളിൽ 2ഉം ഇത്തരത്തിൽ പബ്ലിക് മീറ്റിംഗുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് AICCയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ കേരളത്തിൽ തൽക്കാലം ഒരു പബ്ലിക് മീറ്റിംഗ് എന്നുള്ള നിലയിലാണ് പോകുന്നത്. അതിന്ന് വൈകിട്ട് 3 മണിക്ക് ചേരും. ഈ പബ്ലിക് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നേതാക്കൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. അവർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും മാനിഫെസ്റ്റോ കമ്മിറ്റി അംഗമായിട്ടുള്ള ശശി തരൂരാണ് ഉള്ളത്. ശശി തരൂരായിരിക്കും ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കുക. ഈ പബ്ലിക് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട്, അതായത് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വ്യക്തികൾ ഉണ്ടാകും, സംഘടനകൾ ഉണ്ടാകും, യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകും, സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടാകും. അപ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ, അവരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ, കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രികയിൽ നിന്ന് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ടതായി ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി സ്വരൂപിച്ചുകൊണ്ടായിരിക്കും ഇത്തരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സോർട്ട് ചെയ്തുകൊണ്ട് അത് AICCക്ക് നൽകുകയും അല്ലെങ്കിൽ മാനിഫെസ്റ്റോ കമ്മിറ്റിക്ക് നൽകുകയും അത് പിന്നീട് AICC ഹൈക്കമാൻഡിലേക്ക് നൽകുകയും അത് പിന്നീട് ചുരുക്കിക്കൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രകടന പത്രികയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ തവണയൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്ന ഒരു കാര്യമാണ് ഈ ന്യായ് പദ്ധതിയുമായി ബന്ധപ്പെട്ടത്. അതായത് 20% ദരിദ്ര കുടുംബങ്ങൾക്ക് വർഷം 72,000 രൂപ നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു. രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ അധികാരത്തിൽ എത്താനായിട്ടില്ല. പക്ഷേ അത് പിന്നീട് പല സംസ്ഥാനങ്ങളിലും കൊണ്ടുവരുന്ന ഒരു നിലയിലേക്ക്, ഛത്തീസ്ഗഡ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും അത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തി. അപ്പോൾ അത്തരത്തിലുള്ള ചില പദ്ധതികൾ നിലനിർത്തിക്കൊണ്ട് എന്നാൽ മറ്റ് ആളുകളിൽ നിന്ന് സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ട് വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ തന്നെ പ്രകടന പത്രികയിൽ വരുത്തും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 മാസത്തെ സമയം കഴിഞ്ഞ തവണ എടുത്തിരുന്നു. പക്ഷേ ഇത്തവണ 2-3 മാസം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ പരമാവധി ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. ഇതിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ യോഗം നടക്കുന്നുണ്ട്. നിലവിൽ കേരളത്തിൽ ആദ്യഘട്ടത്തിൽ യോഗം നടക്കുന്നതിൽ ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഒക്കെ തന്നെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്.